തൃക്കടീരി തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിനവും താലപ്പൊലി മഹോത്സവവും ഫെബ്രുവരി 5-ന് വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും താലപ്പൊലിയുമാണ് ഈ ഫെബ്രുവരി 5-ാം തീയതി. അതിനോടനുബന്ധിച്ച് ജനുവരി 22-ന് കൊടിയേറ്റം നടന്നു. അന്ന് മുതൽ ഓരോ കലാപരിപാടികൾ ഉണ്ട്. ഇന്ന് അവിടെ നാടൻ പാട്ടാണ്, നാളെ ബാലയാണ്, അതിൻ്റെ പിറ്റേ ദിവസം നാടൻ പാട്ട് തന്നെയാണ്. അവസാന ദിവസമായ 5-ാം തീയതി രാവിലെ 10 മണിക്ക് ആനയൂട്ട്, അതിനുശേഷം ശ്രീഭൂതബലി. അത് കഴിഞ്ഞാൽ വേലകൾ കയറുന്ന സമയം ഉച്ചയ്ക്കാണ്. വേണ്ടൊരു 3 മണി 3:30 തൃക്കടീരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വേല പുറപ്പെടുകയും 4 മണിയോടുകൂടി ക്ഷേത്രത്തെ പരിസരത്തെത്തി വേല കയറാൻ ശ്രമിക്കും. ഏതാണ്ട് 10ഓളം ഇണക്കാളകളും 8ഓളം ആനവേലകളുമാണുള്ളത്. ആദ്യം ക്ഷേത്ര കോമ്പൗണ്ടിൽ കയറുന്നത് ദേവസ്വം വേലകളും അതിനോടൊപ്പം വേലകളാണ്. അവർ പൊട്ടിത്തിണങ്ങി ഏതാണ്ട് ഒരു മണിക്കൂറോളം പൊട്ടിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ആരംഭിച്ച് ഇതിൻ്റെ വടക്ക് ഭാഗത്തേക്ക് മാറുമ്പോൾ വടക്കുംമുറി ഭാഗത്തുനിന്നുള്ള വേലകൾ ക്ഷേത്ര കോമ്പൗണ്ടിൽ പ്രവേശിക്കുകയും പൊട്ടി തുടങ്ങുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ് വേലകളുടെ ക്രമം. അങ്ങനെ മറ്റുള്ള വേലകൾക്ക് 8:30 വരെ കൊട്ടാനുള്ള സമയമുണ്ട്. 8:30 വരെക്കുണ്ട്. ഈ കാളവേലയോടൊപ്പം തന്നെ തേരുമുണ്ട്, ഗംഭീരമായ ഒരു തേരുവേലയുണ്ട്. അപ്പോൾ ആന, കാള, തേര്. പിന്നെ ക്ഷേത്രത്തിൽ വരുന്ന മറ്റ് വേലകൾ പാനയുണ്ടാവും. ശ്രീരാമസ്വാമി പാനയുണ്ട്. ആ പാന കഴിഞ്ഞാൽ പാനക്കാർ വരും. തൊട്ടുപുറകെ കരിവേലക്കാർ, മൂതൻകര, തേരുവേല, കാളവേല, ആനവേല, ഇത്രയും വേലകളാണ് അവിടെ ഉള്ളത്. ഗവൺമെൻറ് നിബന്ധനകളൊക്കെ പാലിച്ച് പറയുന്ന ഇൻഷുറൻസ് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് അവർ പറഞ്ഞിരിക്കണമെങ്കിൽ പോലും 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരെ അറിയിച്ചിട്ടുണ്ട്. കാരണം 5 ആനയിൽ കൂടുതൽ വരും. അപ്പോൾ അതിൻ്റെ ഗവൺമെൻറ് നിയമം അനുസരിച്ച് മൃഗ ഡോക്ടർ വേണം, എലഫൻറ്റ് സ്ക്വാഡ് വേണം. അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റുകളും ചെയ്തിട്ടുണ്ട്. നിയമപരമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും പൂർത്തിയായിരിക്കുന്നു.